കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടതോടെ പാലക്കാട്ടെ ബിജെപിയിലെ തർക്കങ്ങൾ സമവായത്തിലേക്ക്. ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ വിമത നേതാക്കൾ പങ്കെടുത്തേക്കും. ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 11 കൌൺസിലർമാരും 6 മണ്ഡലം പ്രസിഡന്റുമാരുമാണ് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നത്. അതേസമയം കൌൺസിലർമാരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിമതരുമായി വി.കെ. ശ്രീകണ്ഠൻ MP സംസാരിച്ചു. ആവശ്യമെങ്കിൽ KPCC സംഘം പാലക്കാട്ടെത്തും. ഇക്ബാൽ അറക്കലും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, പ്രശാന്ത് ശിവൻ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? അതിൽ രാജ്യസന്നദ്ധത അറിയിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ യാക്കര യോഗത്തിൽ പങ്കെടുത്ത ആളുകളുമുണ്ടോ? സുജ, അല്പസമയത്തിനകം തന്നെ പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യുവമോർച്ചയുടെ നിലവിലെ ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവൻ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി സ്ഥാനമേൽക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നേതാക്കളെല്ലാം എത്തിത്തുടങ്ങുന്നു. ഒരു വിഭാഗം നേതാക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രശാന്തിനെ ഈ ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നത് BJP തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. അവരെല്ലാം ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ യാക്കരയിൽ ഇന്നലെ യോഗം കൂടിയിട്ടുള്ള വിമത നേതാക്കൾ, അതായത് ഈ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിൽ അതൃപ്തി അറിയിച്ച് ഇന്നലെ യാക്കരയിൽ യോഗം കൂടിയിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ പാലക്കാട്ടെ RSS കാര്യാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. അവിടെ സന്ദർശനം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ നേതാക്കൾ അല്പസമയത്തിനകം BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഈ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് ഇപ്പോൾ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രശാന്ത് ശിവൻ ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജിനെ വീട്ടിൽ പോയി കണ്ടതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഈ അതൃപ്തിയിലുള്ള മുതിർന്ന നേതാക്കളെല്ലാം നിലവിൽ പാലക്കാട്ടെ RSS കാര്യാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം നേരെ പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഈ നേതാക്കൾ എത്തും. അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുതിയ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്യും. പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് വേണുഗോപാലിനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പ്രഖ്യാപിക്കുന്നത്, ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 2:30 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തെ പ്രഖ്യാപിക്കുക. ഏതായാലും അദ്ദേഹം അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതൃപ്തിയിലുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ മറ്റ് കൂടിക്കാഴ്ചകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഈ മേഖലയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ BJP നിലവിലെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KM ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പുതിയ അധ്യക്ഷനെ 10:11 മണിയോടുകൂടി പിന്നെ പുതിയ ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. കുറച്ചുപേര് ഇടഞ്ഞു നിന്നിരുന്നു, അതെല്ലാം മഞ്ഞുരുക്കിക്കൊണ്ട് പോയി സമൂഹത്തിലേക്ക് എത്തിയെന്നത്. അത് ഇടഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. അതിൽ ഇടഞ്ഞു നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കൃത്യമായി എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും ഇനി BJP പാലക്കാട്. പാർട്ടിയിലെ എല്ലാ ആളുകളെയും അവരെന്തെങ്കിലും പ്രശ്നം, ഞാൻ ഇന്നലെയും ഈ വിഷയം തന്നെയാണ് പറഞ്ഞിരുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്തെങ്കിലും പരാതികൾ അവർ നേരിട്ട് അറിയിക്കുക? ഒരു പരാതി അറിയിച്ചിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. പിന്നെ ഒരു പരാതി അറിയിച്ചിട്ടില്ല. പരാതി അറിയിച്ചാൽ സ്വാഭാവികമായിട്ടും അതെന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. എന്നെ അറിയിച്ചിട്ടില്ല. അടുത്തത് ബാറ്റൺ കൈമാറാൻ പോകുന്ന പ്രശാന്ത് ശിവനാണ്. ഒരു യുവ നേതാവിനാണ്. വലിയ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 14 ജില്ലാ പ്രസിഡന്റുമാർ ഇരട്ടിയിലധികം ജില്ലാ പ്രസിഡന്റുമാരായി മാറുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് 3 ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പ്രസിഡന്റുമാർ, 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ്. തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അതൃപ്തി ഉണ്ടാവുക എന്ന്? അങ്ങനെ അതൃപ്തി, അതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്താണ് അതൃപ്തി എന്നറിയില്ല. അത്തരത്തിലുള്ള അതൃപ്തി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതാണ് വിമതർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിനോടാണ്, നിലവിലെ പ്രസിഡന്റിനോട്, ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനോടാണ് ഇക്ബാൽ അറക്കൽ സംസാരിച്ചത്. പ്രശാന്ത് ശിവന് സജീവാംഗത്വം എത്ര വർഷമുണ്ട് എന്ന കാര്യമാണ് വിമതർ കൃത്യമായി ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി
അനധികൃതമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ് അവിടെ RSSന്റെ ഇടപെടലിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ.